എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് സ്കൂളുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ താല്പര്യമുള്ളത്, അത് ഹയർ സെക്കൻഡറിയിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എവിടെയാണോ കൂടുതൽ താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിൽ അതായത് HSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് HSCAP വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റായിട്ടോ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ആ ഒരു ജില്ലയിൽ പിന്നീട് ഒരു അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ലഭ്യമാകുന്നത് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി അഡ്മിഷൻ നേടുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ജില്ലാ ട്രാൻസ്ഫർ, എന്താണ് ജില്ലാനന്തര ട്രാൻസ്ഫർ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നുള്ളത്. സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ 3rd അലോട്ട്മെൻറ്റിന് ശേഷം നടക്കുന്ന അലോട്ട്മെൻറ്റാണ് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ 3rd അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാനുള്ള, താൽക്കാലിക അഡ്മിഷൻ നേടാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ 3rd അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളുകളിൽ പെർമനൻറ്റ് അഡ്മിഷൻ, അത് ഫീസ് അടച്ച് സ്ഥിര അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 3rd അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ട് ലഭിക്കുന്ന ഒരു അവസരമാണ് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളുകളിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. ഇതാണ് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഉണ്ട്. ഈ ഒരു ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ജില്ല കൂടി മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജില്ല മാറി മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് വെക്കാനുള്ള സൗകര്യം കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതെന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജില്ലാ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജില്ലാനന്തര ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് അടുത്ത ഈ ഒരു ജില്ലാ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് എനിക്ക് കാസർഗോഡാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത്. എനിക്ക് കണ്ണൂർ ജില്ലയിൽ അഡ്മിഷൻ നേടണം. അങ്ങനെയെങ്കിൽ എനിക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോകുന്നതിനായിട്ട് കണ്ണൂർ ജില്ലയിലെ B എന്നൊരു സ്കൂളിലേക്ക് ബയോളജി സയൻസിലേക്ക് പോകാനായിട്ട് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കാനായിട്ട് അവസരം ലഭിക്കുന്നതാണ് ഈ ഒരു ജില്ലാനന്തര ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഒരു ജില്ലയിലുള്ളിൽ അപേക്ഷിക്കുന്നത് കൂടാതെ മറ്റൊരു ജില്ലയിലേക്ക് കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതാണ് ജില്ലാനന്തര ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് സ്കൂളും കോഴ്സും മാറാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളും കോഴ്സും ജില്ലയും മാറാം, അല്ലെങ്കിൽ സ്കൂളും മാറാം, അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് ജില്ലാ മാറ്റവും നടത്താം. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും 1-2 ട്രാൻസ്ഫറുകളിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല. 3ാമത്തെ ട്രാൻസ്ഫറിലാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം മുമ്പൊക്കെ നൽകാറുള്ളത്. ഈ വർഷവും അതേ രീതിയിലാണ് നൽകാനുള്ള സാധ്യത. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വിദ്യാർത്ഥികൾക്ക് സാധാരണ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറാനായിട്ട് പറ്റും. എന്നാൽ അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറാൻ പറ്റും. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ മാറാനായിട്ട് സാധിക്കുന്നതല്ല. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയിലേക്ക് മറ്റൊരു കോഴ്സിനേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറാം.
എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് മാറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ്. അതായത് ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടി, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾ എവിടെ അഡ്മിഷൻ നേടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതേസമയം ഒരു വിദ്യാർത്ഥി ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിച്ചു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിൽ മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാം. എന്നാൽ ചില സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മാത്രമേ കിട്ടിയുള്ളൂ, എന്നാൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിടത്തും ഹയർ സെക്കൻഡറിയിലും കിട്ടി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോഴ്സിന് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, വിദ്യാർത്ഥികളെ പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതും അല്ല. അതായത് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതുമല്ല. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഓപ്ഷൻസ് കൊടുത്ത് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രത്യേകിച്ച് ആ ഒരു രീതിയിൽ പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പിന്നീടുള്ള സപ്ലിമെൻ്ററി ഘട്ടത്തിലും ഓപ്ഷൻസ് നൽകാനായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അവസരം കൊടുക്കാറുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിലാണ് ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക എവിടെ അഡ്മിഷൻ നേടണം. അതുപോലെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ ഏത് കോഴ്സിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് പഠിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉള്ളൂ. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിഭാഗം ഏതാണ്, അതായത് ഹയർ സെക്കൻഡറി ആണോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, അപ്പോൾ ഏതാണ് അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.